ഡെലിവറിക്ക് ശേഷം മറവി രോഗം കൂടുതലായി അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ? ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് മേഘ. IUV വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടോ എനിക്ക് ഇപ്പോൾ കുറേ ആയിട്ട് ഭയങ്കരമായിട്ട് മറവി സംഭവിക്കുന്നു. എടുത്തു വെച്ച സാധനങ്ങൾ പിന്നീട് എവിടെയാണ് വെച്ചതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ എനിക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ഫോൺ മറന്നു വെച്ചു അത്രേ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഫോൺ എടുക്കണം, ഫോൺ എവിടെയോ മറന്നു വെച്ചു എന്നുള്ളത് ഓർമ്മ വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി, തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി എടുത്തു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇതേ സംഭവം, ഇതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. എലൈറ്റ് ഇൻ്റർനാഷണൽ, തൃശ്ശൂർ എലൈറ്റ് ഇൻ്റർനാഷണൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഞാനവിടെ ഫോൺ മറന്നു വെച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഫോൺ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. വീടെത്താറായപ്പോൾ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ തപ്പിയപ്പോഴാണ് അയ്യോ ഫോണില്ല, മറന്നുപോയി എന്നുള്ളത് അറിയിക്കണേ. വീണ്ടും എലൈറ്റ് ഇൻ്റർനാഷണലിൽ പോയി തിരിച്ചു പോയി ഫോൺ കിട്ടി കേട്ടോ, ഫോൺ കിട്ടി. ഇതുപോലെ തന്നെയാണ് ഇത് ഒരു മെയിനായിട്ടുള്ള ഒരു മറവി സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനും അവളോട് പറഞ്ഞു, എനിക്കുണ്ടോ ഈ പ്രശ്നം, ഭയങ്കരമായിട്ട് തോന്നുന്നു. ഒരു സാധനം നമ്മൾ കുട്ടികളൊക്കെ കാണാതെ ഇപ്പോൾ സേഫായിട്ടൊരു സ്ഥലത്ത് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഞാൻ സേഫായിട്ടൊരു സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് എവിടെയാണ് വെച്ചതെന്ന് ഓർത്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ നിന്ന് കുറേ ചീത്ത കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും കേൾക്കുന്നുണ്ട്, വീട്ടിൽ നിന്നും കുറേ ചീത്ത കേൾക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് സംഭവിക്കണേന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെ. അതായത് അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാവും ഞാനിങ്ങനെ മറന്നു പോകുന്ന, മൈൻഡ് ഒരു സ്ട്രെസ്ഡ് ആയതുകൊണ്ടാവും എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നിരുന്നത്. അതും ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ഒരു സിംഗിൾ ലൈഫിൽ നിന്ന് നമ്മളൊരു ഫാമിലിയിലേക്ക് കിടക്കുന്ന കുട്ടികളാവുമ്പോൾ നമുക്ക് ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉറക്കമില്ലായ്മ, സ്ട്രെസ് ഒക്കെ കൂടും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിനെ മോംസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. ഇത് ഡെലിവറിക്ക് ശേഷം സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു സംഭവമാണ്. ചിലവർക്ക് പെട്ടെന്ന് മാറും, ചിലവർക്ക് ടൈം എടുക്കും. പോസ്റ്റ്മോർട്ടം ബ്രെയിൻ എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. അൽഷിമേഴ്സ് ആണോ എന്നൊക്കെ വരെ ചിന്തിക്കാം, അതിൻ്റെ തുടക്കമാണോ എന്നൊക്കെ ചിന്തിക്കാം. അതൊന്നുമല്ല, ഇതാണ് സംഭവം. നമ്മൾക്ക് ഹോർമോൺ ഇംബാലൻസ് തന്നെയാണ് ഇതിൻ്റെ ഒരു റീസൺ വരുന്നത്. ഇതിനെക്കുറിച്ച് മെഡിക്കലി എനിക്ക് പറയാൻ അറിയില്ല, ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. എന്നാൽ അതിനെ കൂടുതൽ ജീവിതത്തെ ഇപ്പം കുട്ടികളെ മറന്നു വയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇതൊക്കെ കൊണ്ടായിരിക്കാം, നമുക്കറിയില്ലല്ലോ. അങ്ങനെ മറന്നു വയ്ക്കാൻ പാടില്ല, അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും മറവി സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഒരു ചെറിയ സമയത്തേക്ക് നമുക്ക് നമ്മളുടെ ആ ഒരു ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. അത് ചിലവർക്ക് രൂക്ഷമായിരിക്കാം, ചിലവർക്ക് നോർമലായിട്ടുള്ള ഇത് ഉണ്ടായിരിക്കുള്ളൂ. എന്ത് വന്നാലും നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ട്. എനിക്കിത് സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.